എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. മമ്രയുടെ തോപ്പിൽ. അബ്രഹാം പിതാവിൻ്റെയും സാറായുടെയും വിശ്വാസത്തിന്റെ പ്രാരംഭ ചുവടുകളെ പറ്റിയാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ പരിച്ഛേദന ഏറ്റു ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം സ്ഥാപിച്ച സംഭവമാണ് വിവരിച്ചത്. അതിനു മുമ്പ് ഹാഗാർ, ഇസ്മായേൽ, അങ്ങനെ ഇവര് കനാൻ ദേശത്താണ്. ശാലേം രാജാവും എല്ലാം വന്ന് വളരെ നാടകീയമായ, വളരെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന നിമിഷങ്ങളിൽ കൂടി അബ്രഹാം എന്ന പാട്രിയാർക്ക്, പിതാവ്, ശ്രേഷ്ഠ പിതാവ്, വിശ്വാസികളുടെ പിതാവ് കുടുംബമായി യാത്ര ചെയ്യുന്ന നിമിഷം. ഇവിടെ ഇതാ മമ്രയുടെ തോപ്പിന്റെ നിമിഷം. എല്ലാവർക്കും അറിയാം മമ്രയുടെ തോപ്പിൽ എന്താണ് സംഭവിച്ചത്. മമ്ര അബ്രഹാമിന്റെ ഒരു അടുത്ത സുഹൃത്തെന്ന് വേണേ പറയാം, ഒരു സഹചാരിയായിരുന്നു. കനാൻ ദേശത്ത് അവർ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഓക്ക് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഓക്ക് മരങ്ങളുടെ ഒരു തോപ്പായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ കൂടാരവാസിയായിരുന്നു അബ്രഹാം. ടെന്റിലായിരുന്നു, ടെന്റ് മേക്കിംഗ്. അത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്, ഒരു സെറ്റിൽഡ് ലൈഫ് ആയിട്ടില്ല. കാട്ടിലും മറ്റും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന നൊമാഡിക് സ്റ്റേജിൽ നിന്നും മനുഷ്യൻ ഒരു അർബൻ അല്ലെങ്കിൽ സിറ്റി ലൈഫിലോട്ട് മാറിയിട്ടില്ല. അതിൻ്റെ ഒരു സെമി നൊമാഡിക് എന്നൊക്കെ വേണേൽ പറയാം. അതാണ് ടെന്റ് ഡ്വല്ലേഴ്സ്, കൂടാരവാസിയായിരുന്ന അബ്രഹാം. ശരിക്കും പരദേശി മോക്ഷയാത്രയാണ് നാം ഓരോരുത്തരും ഈ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടാരവാസികളാണ് നമ്മൾ. നമുക്കിവിടെ ശാശ്വത ഭവനങ്ങളില്ല. ശാശ്വത ഭവനം ഇല്ലാത്തപ്പോഴാണ് കൂടാരം അടിക്കുന്നത്. നമ്മൾ യാത്രയിലാണ്. അത് വേറൊരു വിഷയമാണ്. ഇവിടെ ഇതാ 3 പുരുഷന്മാർ അബ്രഹാമിനെ കാണുവാൻ വരുന്നു. അബ്രഹാമിന് വളരെ പെട്ടെന്ന് ദൂരേന്ന് തന്നെ കാര്യം മനസ്സിലായി. മഹത്വം മനസ്സിലാക്കുവാൻ അബ്രഹാമിന് നൊടിയിട സമയം പോലും വേണ്ടി വന്നിരുന്നില്ല. കാരണം അതിൽ ഒരാള് ദൈവമായിരുന്നു. വളരെ മനോഹരമായ ഒരു നിമിഷമാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെയും ഹൗവയുടെയും കൂടെയായിരുന്നു ദൈവം. പിന്നീട് ആദാമിൻ്റെ സന്തതികൾ ഹാനോക്കിൻ്റെ കൂടെ ദൈവം നടന്നു. പിന്നെ നോഹയോടെ കൂടെ നടന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമീകരിച്ച ദൈവം ഇതാ അബ്രഹാമിനെ മമ്രയുടെ തോപ്പിൽ വെച്ച് നേരിട്ട് മുഖാമുഖം കാണുകയാണ്. 2 മാലാഖമാരായിരുന്നു ദൈവത്തിന്റെ കൂടെ. 2 പേരും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൂടെയുള്ളവർ മാലാഖമാരല്ലാതെ പിന്നെ ആരാണ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, 2 വാചകങ്ങളാണ്. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഏഞ്ചൽസ്. പലരും എന്നോടൊക്കെ ചോദിക്കും, എന്തുവാടാ ഈ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നത്, എവിടാണ് ആ മാലാഖമാർ? ഇതാണ് മാലാഖമാർ. മാലാഖമാർ വളരെ വ്യക്തമായിട്ടുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ കൂടെ ഉള്ളവരെയാണ് മാലാഖമാർ എന്ന് പറയുന്നത്. സോ ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഏഞ്ചൽസ്. ദൈവത്തെ കാണുവാൻ ഒക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും ഒന്നായിരുന്നു. സൃഷ്ടിയുടെ യാത്ര തുടരുമ്പോൾ സ്വർഗീയ യെരുശലേമിൽ അവരുടെ എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊപ്പും. അവിടെ ദേവാലയമില്ലായിരുന്നു. അവിടെ വീണ്ടും ദൈവവും മനുഷ്യനും സൃഷ്ടിയും ഒന്നാകുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ദ കരിസ്മ, ആ ഒരു ദൈവഭക്തിയുടെ സ്പിരിച്വാലിറ്റിയുടെ സ്ഥാപനവൽക്കരണത്തിൽ അനിവാര്യമായതാണ് ദൈവത്തെ ഒരു ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് അതിന് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അവിടെ ശ്രേഷ്ഠ പുരോഹിതൻ ഇവർക്ക് മാത്രം കയറി ചെല്ലാം. എന്നാൽ ദൈവത്തെ ഒരിക്കലും നമുക്ക് മുഖാമുഖം കാണുവാൻ സാധിക്കുകയില്ല. കാണുന്നയാൾ മരിച്ചു പോകുമെന്ന് വരെ ഒരു വിശ്വാസം വന്നത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ സംഭവിച്ച ഒരു വിശ്വാസ വ്യതിചലനമാണ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. ദൈവത്തെ എന്തിനാ പേടിക്കുന്നത്?
യേശുക്രിസ്തു സൺ ഓഫ് ഗോഡ് അല്ലേ? യേശുക്രിസ്തു ദൈവമല്ലേ? ദൈവം കണ്ടു, ദൈവം നമ്മളോട് ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതാണ്. കുഞ്ഞുങ്ങളെ എടുത്ത്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. കുഷ്ഠരോഗിയെ തൊട്ട്, അന്ധനെയും കുരുടനെയും തൊട്ട്, പാപിയായ സ്ത്രീയെ രക്ഷിച്ച്, പാപിയായ സക്കായിയെ വീണ്ടെടുത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ച ദൈവമല്ലേ? ദൈവത്തെ എന്തിനാണ് പേടിക്കുന്നത്? ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വലിയൊരു ആദരവാണ്, അതിനനുസരിച്ചൊരു ഭക്തിയാണ്. അതൊരു പേടിയാക്കരുത്, അതൊരു പേടിയാക്കരുത്. സോ അബ്രഹാമിനറിയായിരുന്നു. അബ്രഹാം ദൈവത്തിനെ, തൻ്റെ കൂടെയുള്ള രണ്ടുപേരെയും ഏറ്റവും ഉചിതമായി സ്വീകരിച്ചു, പരിചരിച്ചു. അവർക്ക് കാല് കഴുകാൻ വെള്ളം കൊണ്ടുവന്നു, അവർക്ക് അപ്പം കൊടുത്തു, കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. അവരത് ഭക്ഷിച്ചതായിട്ട് പോലും അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു സൂചന ലഭിക്കുന്നുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, ഈ വേദപഠനം ഇത് പഠനമല്ല, ഇത് ഞാനൊരു സാധാരണ വ്യക്തിയാണ്. ഞാൻ തിയോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ബാച്ചിലർ ഡിഗ്രിയോ ഒന്നും എടുത്തിട്ടുള്ള ആളല്ല. പലരും ചോദിക്കുന്നുണ്ട്, താനെന്തിനാ ബൈബിളൊക്കെ പഠിപ്പിക്കുന്നത്, വേറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറയും. ഞാനിത് പഠിപ്പിക്കുകയല്ല, ഒരു അധ്യായം വായിക്കുക, അതിനെപ്പറ്റി മനനം ചെയ്യുക, അപ്പോൾ മനസ്സിൽ ഉയർന്നു വരുന്ന സാധാരണ മനുഷ്യരുടെ ചിന്തകളാണ്, വലിയ പണ്ഡിതന്മാരുടെ ചിന്തകളൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. അബ്രഹാം met God face to face, and Abraham served God and angels in the communion of bread. അപ്പം ഭക്ഷിച്ചു. ഇതിനൊക്കെ വളരെ വളരെ സിംബോളിക് ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഒരു ദൈവിക ഇടപെടൽ നടക്കുന്ന നിമിഷം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. അത് സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ ആർക്കമിഡീസ് എന്ന ശാസ്ത്രജ്ഞൻ ബാത്ടബിൽ കുളിക്കാനിറങ്ങിയപ്പോൾ യുറേക്ക മൊമെന്റ്, സമയമറിഞ്ഞു, കാര്യം മനസ്സിലായി, സത്യമറിഞ്ഞു. ഐസക് ന്യൂട്ടൺ എന്ന യുവാവ് അപ്പന്റെ ആപ്പിൾ ഓർക്കിഡിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആപ്പിള് തലയിൽ വീണു. അത് പലതും മിത്താണ് കേട്ടോ, ഇതൊന്നും അത്ര വലിയ എക്സാക്ട് ട്രൂത്ത് ഒന്നും അല്ല, ഇതിനകത്ത് ഒത്തിരി മിത്തുകളും ഉണ്ട്. പിന്നെ വാട്ട് എന്ന് പറയുന്ന ആള് സ്റ്റീം എഞ്ചിനൊക്കെ തുടങ്ങിയത് വീട്ടിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നോണ്ടേ സ്റ്റീമിന്റെ ശക്തി കൊണ്ട് ആ വാട്ടറിന്റെ ലിഡ് തെറിച്ചു. അത് കണ്ടാണ് സ്റ്റീം എഞ്ചിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രേരകമായതെന്നൊക്കെ ചില മിത്തുകളുണ്ട്. മദർ തെരേസ, ആഗ്നസ് യാത്രാമധ്യേ കൽക്കട്ടയിലെ തെരുവുകളിൽ കിടന്നിരുന്ന കുഷ്ഠരോഗികളെ കണ്ട് ദൈവം അവളോട് സംസാരിച്ചു. കൈലേഷ് സത്യാർത്ഥി എന്ന വ്യക്തിയെ അറിയാതിരിക്കുമല്ലോ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ലക്ഷക്കണക്കിന് കുട്ടികളെ ചൈൽഡ് ലേബറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൈലേഷ് സത്യാർത്ഥി സ്കൂളിൽ ഒരു ബാലനായി പഠിക്കുമ്പോൾ നല്ല പൈസയൊക്കെയുള്ള നല്ലൊരു സ്കൂളിലായിരുന്നു. ഉച്ചസമയത്ത് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിച്ച പാത്രം അപ്പുറത്തോട്ട് മാറ്റിവെച്ചു. ആ സ്കൂളിലെ ചിട്ട എങ്ങനെയാണ്, നല്ല കാശുകാരുടെ സ്കൂളാണ്. അപ്പോൾ സത്യാർത്ഥി ഈ കൊച്ചു പയ്യന്റെ അതേ പ്രായമുള്ള ഒരു കുട്ടി അപ്പുറത്തിരുന്ന് ഇവർ ധനികന്മാർ കഴിച്ച പാത്രങ്ങൾ കഴുകുന്നതായിട്ട് ഈ കുട്ടിക്ക് തോന്നി. ഈ കുട്ടി അധ്യാപികയോട് ചോദിച്ചു, ടീച്ചർ വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? എൻ്റെ അതേ പ്രായമുള്ള ആൾ ഞാൻ പഠിക്കുമ്പോൾ ആ കുട്ടി എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പാത്രം കഴുകുന്നു? 10-70 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ടീച്ചർ പറഞ്ഞാൽ നീ അറിയേണ്ട കാര്യമില്ല. എന്നാൽ ആ കൊച്ചൻ്റെ മനസ്സിൽ അതിങ്ങനെ കാണാം. പിന്നീട് അനേക ലക്ഷക്കണക്കിന് കുട്ടികളെ ബോണ്ടഡ് ലേബർ, ചൈൽഡ് ലേബറിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരുടെ മശിഹായായ കൈലേഷ് സത്യാർത്ഥിയുടെ ജീവിതത്തിലെ ദൈവീക നിമിഷമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കാണാൻ ഒക്കുവോ? ദൈവത്തെ കാണാൻ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.
നമ്മളുടെ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ ഗർവ് കൊണ്ടോ, നിന്റെ കുടുംബ മഹിമ കൊണ്ടോ, നിന്റെ സമ്പത്ത്, നിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രോപ്പർട്ടി, അധികാരം, ഇതുകൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ ദൈവത്തെ കാണാനൊക്കത്തില്ല. തിയോളജിയുണ്ട്, നിന്റെ ദൈവശാസ്ത്രമുണ്ട്. മനുഷ്യൻ എങ്ങനെ ദൈവത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് തിയോളജി. എന്നാൽ മനസ്സിലാക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ദൈവം സ്വയം മനുഷ്യനെ വെളിപ്പെടുത്തും. അതാണ് തിയോഫനി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മീറ്റിംഗ് ഓഫ് തിയോളജി ആൻഡ് തിയോഫനി ഇൻ ദ ലൈഫ് ഓഫ് അബ്രഹാം അറ്റ് ദ ഓക്ക് ഗാർഡൻ ഓഫ് മമ്രെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാവുന്നു ചെയ്തത്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ഏറ്റവും ചെറിയവരിൽ ഒരുത്തനെ ചെയ്യുന്നിടത്തോളം എനിക്കാവുന്നു ചെയ്യുന്നത്. ടാഗോറും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ദൈവത്തെ ഒരു മന്ദിരത്തിലോ അമ്പലത്തിലോ പള്ളിയിലോ കണ്ടിട്ടില്ല. എന്നാൽ പാടത്തും പറമ്പിലും വെയിലത്തും മഴയിലും മഞ്ഞിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മനുഷ്യനോടുകൂടി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, 2026 ദൈവത്തെ കാണുവാൻ ഒക്കുമോ? ദൈവത്തിന്റെ വാഗ്ദത്തം വന്നു, അബ്രഹാമേ, സാറായേ, നിങ്ങൾക്കൊരു മകനെ കിട്ടും. ഞാൻ 1 വർഷത്തിനകം മടങ്ങി വരും, 1 വർഷത്തിനകം നിനക്കൊരു മകനെ കിട്ടും. സാറാ ചിരിച്ചു, കൊള്ളാം, ഇത്രയും പ്രായമായി. യാതൊരു തരത്തിലും ബയോളജിക്കൽ യാഡ് സ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി സാറായിക്കൊണ്ടാകത്തില്ല. അന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലതാൻ. സാറാ ചിരിച്ചു. എന്നാൽ ദൈവം ചോദിച്ചു, എന്തിനാ സാറാ ചിരിച്ചത്? ഇല്ലില്ല, ഞാൻ ചിരിച്ചില്ല. ഇല്ല, നീ ചിരിച്ചു. നീ ദൈവിക വാഗ്ദത്തത്തിന്റെ മുമ്പിൽ നീ ചിരിച്ചു. ഞാനിത് അല്പം സ്ലോയിലാണ് പോകുന്നത്. 2 ചാപ്റ്റർ തീർക്കാനൊക്കത്തില്ല ഒരു ദിവസം. ഇന്നൊരു ചാപ്റ്ററേ എടുക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെ ശ്രീജ 57ാമത്തെ റാങ്ക്, യൂണിയൻ പബ്ലിക് സർവീസിന്റെ IAS പരീക്ഷയിൽ 57ാം റാങ്ക് വാങ്ങിയ ശ്രീജ, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു കുട്ടി. അച്ഛൻ ജയകുമാർ, അമ്മ ഷീജാകുമാരി. ജയകുമാർ കൂലിപ്പണിക്കാരനായിരുന്നു, ദിവസവേതനക്കാരനായിരുന്നു. ആ വ്യക്തി TV ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണു നിറയാതെ കാണാൻ ആർക്കെങ്കിലും ഒക്കുവോ? നഗരത്തിന്റെ പരിഷ്കൃത ജീവിതത്തിന്റെ മാലിന്യങ്ങൾ ഞാൻ കോരിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ആ പണം ഷീജാകുമാരി എന്ന സ്ത്രീക്ക് കൊണ്ട് കൊടുക്കും. MA ഹിസ്റ്ററി പഠിച്ചിട്ടും ജീവിതത്തിൽ ഒരു നല്ല കരിയർ ഓപ്ഷനൊന്നും സാധ്യമല്ലാതിരുന്ന ആ സ്ത്രീ അതെല്ലാം സൂക്ഷിച്ച് വിനിയോഗിച്ച് മക്കൾക്ക് വേണ്ടി കൊടുത്തു. ആ മക്കൾ ഏറ്റവും മനോഹരമായ ഒരു പ്രതികരണം നടത്തി. ആ മാതാപിതാക്കൾ ഓരോ നിമിഷവും ഓരോ അപമാനവും ഏറ്റുവാങ്ങുമ്പോഴും ദൈവത്തിന്റെ ഈ വാഗ്ദത്തം കേട്ടിരിക്കും. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായത്, റാങ്ക് കിട്ടി മാധ്യമപ്രവർത്തകർ വീട്ടിൽ വന്നപ്പോൾ പെയിന്റ് അടിച്ച ഒരു പണിതീരാത്ത വീടാണ്. പണിതീരാത്ത വീട്ടിലിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ച ഒരു കുടുംബമാണത്. അവർ ചിരിച്ചില്ല, ചിരിച്ച് കളിയായിട്ടെടുത്തില്ല. ഈ പിതാവ് പറഞ്ഞത്, ഇത് 1 മാസം മുമ്പാണ് പെയിന്റ് അടിച്ചത്. ഞാനും മകളോടാണ് പെയിന്റ് അടിച്ചത്. IAS പരീക്ഷയിൽ 57ാം റാങ്ക് കിട്ടിയ മകള് പെയിന്റ് അടി അറിയാവുന്ന ആളാണ്. ഓ, വാട്ട് ആൻ അമേസിംഗ് മൊമെന്റ്. ആ മോൾ അവിടെ നിന്ന് ചിരിച്ചൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊരു പ്രത്യേക ഒരു ചിരിയാണ്, നന്ദി സൂചകമായ ദൈവത്തോടുള്ള ഒരു ചിരിയാണ്. എൻ്റെ കൊന്തപ്രാർത്ഥനയാണ് എന്നെ ശക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച ഒരു കുടുംബം. ഞാൻ പല പള്ളികളിലും പല സ്കൂളുകളിലും ഒക്കെ പോയി ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ എക്സ്ട്രീംലി ടാലന്റഡ് കുട്ടികളെയൊക്കെ കാണും. അവർക്ക് വലിയ സാമ്പത്തിക ശക്തിയൊന്നും ഇല്ല. കൊച്ചുകുട്ടികളായിരിക്കും, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. ഞാനെന്നപ്പോൾ അവരുടെ മാതാപിതാക്കളോടൊക്കെ പറയും, ഈ കുട്ടിക്ക് നല്ല അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്, ഭാവിയിൽ ഒരു IAS കാരിയൊക്കെ ആക്കണം കേട്ടോ, അതിനുള്ള ശ്രമമൊക്കെ നടത്തണം. ഞാൻ കണ്ടിട്ടുണ്ട് അനേക പ്രാവശ്യം മാതാപിതാക്കൾ ചിരിക്കുന്ന, സാറേ സാറിന് വേറെ പണിയൊന്നുമില്ലേ സാറേ. സാറാ ചിരിച്ചു ദൈവിക വാഗ്ദത്തത്തിന്റെ മുന്നിൽ. സാറാ, നീ ചിരിച്ചു. നീ ചിരിക്കരുത്, നീ വിശ്വസിക്കണം. അവർ ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ഗോഡ്സ് പ്രോമിസസ്.
നമ്മളുടെ ദേവാലയങ്ങൾ, നമ്മളുടെ സൺഡേ സ്കൂളുകൾ, നമ്മളുടെ യുവജന സഖ്യം യോഗങ്ങൾ, കൂട്ടായ്മകളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന വേദികളായി മാറണം. പള്ളിയിൽ സൺഡേ സ്കൂളിലൊക്കെ മുമ്പിൽ വരുന്ന കുട്ടികളോടെ അവരെ പ്രോത്സാഹിപ്പിക്കണം. നിനക്ക് ദൈവം നല്ല ഒരു ഉത്തരവാദിത്വം തരും, നീ നല്ല മിടുക്കനാണ്, നീ നല്ല മിടുക്കിയാണ്, സ്മോൾ എയിം ഈസ് എ ക്രൈം എന്ന് കൊച്ചുകുട്ടികളെ വിളിച്ച് വേർതിരിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ സൺഡേ സ്കൂൾ അധ്യാപകനും, ഓരോ സൺഡേ സ്കൂൾ അധ്യാപികയും, ഓരോ ഇടവകയിലെ വികാരിയും, ഇടവകയിലെ ഓരോ മുതിർന്ന അംഗവും ദൈവമാകും, മാലാഖമാരാകും. അവരും ഭാവിയിൽ പറയും, ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഏഞ്ചൽസ്. ദൈവത്തെ കാണുക, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ. ആ അധ്യായത്തിന്റെ അടുത്ത ഭാഗം, 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സോദോമിനെ, ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. അത്രയ്ക്ക് പാപമാണ്. നിലവിളിയും പാപവും എല്ലാം ദൈവസന്നിധിയിൽ ചെന്നു. അടുത്ത അധ്യായത്തിലാണ് അതിന്റെ നാശം. അവിടെ കൂടുതൽ പറയാം. എന്നാൽ അബ്രഹാമിനോട് പറഞ്ഞു, ദൈവം അത്രയ്ക്ക് കോൺഫിഡൻസ് എടുത്തു. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത്. ഒരു മനുഷ്യനോട് ദൈവം പറയാൻ പോവുകയാണ്, ഞാനിത് അബ്രഹാമിനോട് പറയട്ടെ എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാനിതുപോലെ സോദോമിനെയൊക്കെ നശിപ്പിക്കാൻ പോയ. എന്നാൽ അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനായ ലോത്ത് അവിടെയുണ്ട്. അബ്രഹാമിന് അങ്ങനെ വിടാനൊക്കത്തില്ല. നമ്മുടെ പയ്യനോടുണ്ട്. ദൈവത്തോടൊരു ബാർഗെയിനിങ് ആണ്. എനിക്ക് തോന്നുന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഇതായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ്. യേശുവാണ് ഏക മധ്യസ്ഥൻ, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവോ? ദൈവത്തിന്റെ മനസ്സ് മാറുവോ? ഇത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും അബ്രഹാമിന്റെ പ്രാർത്ഥന, അബ്രഹാമിന്റെ മധ്യസ്ഥത ദൈവം കേട്ടു. നീതിമാന്മാരെ നശിപ്പിക്കുവോ? ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ വേണ്ടി എലിയെ പേടിച്ച് നീ ഇല്ലം ചുടുവോ എന്ന് തനി നാടൻ ഭാഷയിൽ വേണേ ആ ചോദ്യത്തെ മാറ്റിമറിക്കാം. ഇന്ന് ദുഷ്ടനായ ഭരണാധികാരെ കൊല്ലുവാൻ വേണ്ടി കാർപ്പറ്റ് ബോംബിംഗ് നടത്തുമ്പോൾ, സ്കൂൾ കെട്ടിടം പൊട്ടിത്തെറിച്ച് 185 പിഞ്ച് മാലാഖമാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ കത്തിച്ചാമ്പലാകുമ്പോൾ, അത് ദുഷ്ടനെ നിഗ്രഹം ചെയ്യാനാണ്. വൻമരങ്ങൾ വീഴുമ്പോൾ ചെറിയ നാശനഷ്ടമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, നീതിമാൻ നിമിത്തം ഒരു ദേശത്തെ നശിപ്പിക്കാത്ത ദൈവത്തെയാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അബ്രഹാമിന്റെ ദൈവം അതാണ്. 50 45 40 30 20 അവസാനം ദൈവം പറഞ്ഞൊരു 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ നാടിനെ നശിപ്പിക്കത്തില്ല. നീതിമാന്മാർ ഒരു നാടിന്റെ ജീവശ്വാസമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കാലത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവിടെ ഒത്തിരി അനീതിയുണ്ട്, അധർമ്മമുണ്ട്, മോറൽ ഡിക്ലൈൻ ഉണ്ട്. വാട്ട് അബൌട്ട് യു? വാട്ട് ഈസ് യുവർ റോൾ? വാട്ട് ഈസ് മൈ റോൾ? നാം ഇതിനെപ്പറ്റി ദൈവം നശിപ്പിക്കും, അന്ത്യകാലം വരികയാണ്, എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കുമെന്നും പറഞ്ഞ് പ്രവചനം നടത്താനാണോ ദൈവം ഇവിടെ ഇരുത്തിയത്? അബ്രഹാമിനെ പോലെ പ്ലീഡ് ചെയ്യുന്നുണ്ടോ? ദൈവമേ, ഒരു 10 നീതിമാന്മാരെ നിമിത്തം നീ ദേശത്തെ നശിപ്പിക്കല്ലേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് നാശമാണ് കാണേണ്ടത്. The wrath of God we are expecting. ആ ഒരു പ്രവൃത്തി ചെയ്ത് 11ാമതൊരുത്തനെ നീതിമാനാക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ആ 11ാമത്തെ നീതിമാനാണോ? അതാദ്യം തീരുമാനിക്കും. നമ്മൾ നീതിമാനാണോ? ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നീതി നാം പ്രവർത്തിക്കുന്നുണ്ടോ? കണ്ണുകളടയ്ക്കാം. 18-ാം അധ്യായം വളരെ നിർണായകമായ ഒരധ്യായമാണ്. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ദേശത്ത് 10 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരിക്കണം. നിന്റെ ഇമ്പോസിബിൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം പറയും, നിനക്ക് കഴിയും, നീ ഒരു അനുഗ്രഹമാകും. ചിരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കുക. ലെറ്റ് ദം ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഏഞ്ചൽസ്. സ്മോൾ എയിം ഈസ് എ ക്രൈം. നീ ലോകത്തിന് അനുഗ്രഹമായി തീരണം.
ആമേൻ.